സർക്കാർ ജീവനക്കാർക്ക് ഇന്നും ശമ്പളമില്ല. തിങ്കളാഴ്ച ശമ്പളം നൽകുന്നതിലും സർക്കാരിന് മുന്നിൽ കടുത്ത പ്രതിസന്ധി. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ട്രഷറിയിൽ നിക്ഷേപം നടത്താൻ സർക്കാർ നിർദ്ദേശം നൽകി. പണം നിക്ഷേപിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഉയർന്ന പലിശ നൽകും. 1-ാം തീയതി ശമ്പളം കിട്ടേണ്ട 1 ലക്ഷം സർക്കാർ ജീവനക്കാർക്കാണ് ശമ്പളം മുടങ്ങിയത്. ഇവരുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല, ഇന്നും ശമ്പളം ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാർ ഈ ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണോ? സുരേഷ്, 97,000 പേർക്കാണ് സർക്കാർ ജീവനക്കാർക്ക് ആദ്യ ദിനം, അതായത് 1-ാം തീയതി ശമ്പളം നൽകേണ്ടത്. അതിൽ വളരെ ചുരുക്കം ചിലർക്ക് മാത്രമാണ് ഇന്നലെ ശമ്പളം ലഭ്യമായത്. ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി, ഒപ്പം തന്നെ ഈ ETSB അക്കൗണ്ടിലെത്തിയ പണം അവിടെ മരവിപ്പിച്ച് ഇട്ടിരിക്കുന്ന സാഹചര്യം സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സംസ്ഥാനത്ത് ശമ്പളം മുടങ്ങാനുള്ള പ്രധാന കാരണമായി നമ്മൾ കാണുന്നത്. സമാനമായ സാഹചര്യമാണ് ഇന്നും സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നും ETSB അക്കൗണ്ടിലെത്തിയ പണം ബാങ്ക് വഴി പിൻവലിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അറിയുന്നത്. ധനവകുപ്പ് അത്തരത്തിൽ തന്നെയാണ് അറിയിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് 4,000 കോടിയിലധികം രൂപ കേന്ദ്രത്തിന്റെ സഹായം എത്തിയ ഒരു സാഹചര്യമുണ്ട്. ഈ പണമടക്കം പിൻവലിക്കാനാകാത്തൊരു സാഹചര്യം സർക്കാർ ഈ ഒരു ട്രഷറി നിയന്ത്രണത്തോടെയും ETSB അക്കൗണ്ട് മരവിപ്പിച്ചതിലൂടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, പ്രതിസന്ധി വലിയ രീതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഒരു ഭാഗത്ത് ആർഭാടവും ധൂർത്തും തുടരുന്നു, മറുഭാഗത്ത് ശമ്പള പ്രതിസന്ധി, അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് പ്രധാനമായും സർക്കാർ ജീവനക്കാരിലെ പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക്, ഒപ്പം അധ്യാപകർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്കാണ് ശമ്പളം ലഭിക്കേണ്ടത്. ഇവർക്കും ഇന്ന് ശമ്പളം ലഭ്യമാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിങ്കളാഴ്ചയോട് കൂടി മാത്രമേ ഇത്തരത്തിൽ ശമ്പളം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ETSB അക്കൗണ്ടിൽ നിന്ന് എത്തുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പണം മുഴുവനുമായി ഈ അക്കൗണ്ടിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പണം പിരിക്കാനുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ സർക്കാർ തലത്തിൽ നൽകിയിരിക്കുകയാണ്. ലാഭവിഹിതം, ഒപ്പം തന്നെ നീക്കിയിരിപ്പ് ട്രഷറിയിൽ ഉടൻ തന്നെ നിക്ഷേപിക്കണം എന്നുള്ളതാണ് ഇത്തരത്തിൽ ധനവകുപ്പ് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതുമാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് 1-2 തീയതികളിലൊക്കെ ശമ്പളം ലഭ്യമാകേണ്ട ആളുകൾക്ക് ശമ്പളം ലഭിക്കാതെ ആയതോടുകൂടി ഈ സർക്കാർ ജീവനക്കാർ തന്നെ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ജീവനക്കാർ അല്പസമയത്തിനകം പ്രതിഷേധം ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുരേഷ്, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.